ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പീസായിട്ടാണ്. ട്രെസ്ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് മിൽക്ക് കേക്ക് എന്നും പറയും. ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ പുഡിങ്ങൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കേക്ക് തന്നെയാണിത്. അപ്പോൾ നമുക്ക് ആ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് അളവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് മൈദ ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഈ ഒരു കപ്പ് അതിനുശേഷം ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് വടിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു കപ്പ് അളവിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതൊരു 3 വട്ടമായിട്ട് അരിക്കുകയോ അല്ലെങ്കിൽ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ കേക്കിലേക്ക് ആവശ്യമായ മുട്ട എടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഫ്ലഫിയായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 1/2 കപ്പോളം പഞ്ചസാര, 1/2 കപ്പ് നിറച്ചെടുത്തിട്ടില്ല, അതിൽ 1 ടേബിൾ സ്പൂണോളം കുറവുണ്ട്. എന്നിട്ട് ആ ഒരു പഞ്ചസാര ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ കേക്കിൽ ലാസ്റ്റ് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഒരു മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഓൾറെഡി നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കേക്കിലോ നല്ല ഓവർ മധുരമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ലൊരു മധുരമായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു മടുപ്പ് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേക്കിൽ ഞാൻ കുറച്ച് മധുരം കുറച്ചത്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക പഞ്ചസാരയൊക്കെ. അപ്പോൾ നമ്മളെ മുട്ട ഇവിടെ നന്നായിട്ട് ബീറ്റായി ക്രീം പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് 1/4 കപ്പ് പാലും കൂടെ, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ച് കൊടുത്തത്, തണുത്ത പാലല്ല. അപ്പോൾ അതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മൈദയുടെ ആ ഒരു കൂട്ടിട്ട് കൊടുത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മുഴുവനായിട്ട് ഇടാതെ കുറേശ്ശെ ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലോയിൽ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്നത് ഫ്രൈങ് പാനിലാണ്. അപ്പോൾ ഫ്രൈങ് പാനിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മളെ കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ അടുപ്പിലോട്ട് വെക്കാം. നമുക്ക് ഈ കേക്കിലോട്ടുള്ള മിൽക്കിൻ്റെ മിക്സ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം. വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങളടുത്ത് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ ഇത് ഹോം മെയ്ഡായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ഇത് നമ്മളൊരു മധുരത്തിനനുസരിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് മധുരം പോരെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ അതിനിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിന് ഒരളവില്ല. അപ്പോൾ നിങ്ങൾ മധുരത്തിനനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മധുരം പോരാനിട്ട് വീണ്ടും ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പാലിൻ്റെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കേക്കിലേക്ക് ഒഴിക്കുന്ന ഒരു മിക്സാണിത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഞാൻ ആ കേക്ക് ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് വെച്ചിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിന് മുന്നേ ഇത് ബേക്കായിട്ടുണ്ട്. കാരണം കുറച്ച് പരന്ന് എടുക്കുന്ന പാത്രം ആയതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. അപ്പം ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ സൈഡൊക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. നമ്മൾ എടുക്കുന്ന പാത്രത്തിനും ഫ്ലെയിമിനനുസരിച്ചായിരിക്കും കേക്കിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുക. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ മുകൾ ഭാഗത്തുള്ള കരിഞ്ഞ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലെയുള്ള ഫോർക്ക് വെച്ച് എല്ലായിടത്തും ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മിൽക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ കേക്ക് അതിൽ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനത് ഫ്രൈങ് പാനിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീണ്ടും ഞാനതിൻ്റെ മുകൾ ഭാഗവും നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോർക്ക് കൊണ്ട് ഇതേപോലെ ഒന്ന്
കുത്തിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് തന്നെയാണിത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു എന്നുള്ള ചെറിയൊരു മിസ്റ്റേക്ക് മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാലിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ച് കൊടുത്ത് 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ അത് നന്നായിട്ട് തന്നെ കുതിർന്ന് വരും. വീണ്ടും നമ്മൾ മിക്സ് വീണ്ടും ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഒരു 3 വട്ടമായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് അത്രയും കേക്ക് വലിച്ചെടുക്കും. അതിനുശേഷം നമ്മൾ കുറച്ച് മിക്സ് മാറ്റി വെക്കണം. ലാസ്റ്റ് സെർവ് ചെയ്യാൻ സമയത്ത് നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ സോക്കായിട്ടുണ്ട്. ഇതേപോലെ ഫോർക്ക് കൊണ്ട് കുത്തിയാൽ ഇങ്ങനെ പുറത്തോട്ട് പാല് വരുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ അതാണ് എൻ്റെ കറക്റ്റ് സ്ട്രക്ചർ. ഇനി ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ഐസിങ് ബാഗിലോട്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. വിപ്പിംഗ് ക്രീം കൊണ്ട് ഞാനിവിടെ മുഴുവനായിട്ട് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബദാം കട്ട് ചെയ്തതും കുറച്ച് ചെറീസും കൂടെ മേൽഭാഗത്തായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണത്. അതിന് ശേഷം എടുത്തതാണിപ്പോൾ ഇത്. ഇനി അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു പാലിൻ്റെ മിക്സും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടോ അതല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് എടുത്തിട്ടോ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ശരിക്കൊരു പുഡിങ്ങൊക്കെ കഴിക്കുന്നൊരു ഫീലിംഗ് ആയിരിക്കും. വായിലിട്ടാൽ അരിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു മിൽക്ക് കേക്കും കൂടിയാണിത്. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ ഒരു കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് അറിയിക്കുക. ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസായിട്ട് ഞാൻ അടുത്ത വീഡിയോസായിട്ട് വരുന്നവരെ താങ്ക് യു.